10:30 മുഖ്യമന്ത്രി ഇവിടെ ഈ വേദിയിലേക്ക് എത്തും. ഇത് 4ാമത്തെ ജില്ലയാണ്. കാസർഗോഡ് നിന്ന് ആരംഭിച്ച് വയനാടും പത്തനംതിട്ടയും പൂർത്തിയാക്കി ഇടുക്കി ജില്ലയിൽ 4ാമത്തെ ജില്ലയിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കുന്ന പരിപാടി. രാവിലെ സംവാദം ഉണ്ട്. തെരഞ്ഞെടുക്കപ്പെട്ടവരുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നു, സംവാദം നടത്തുന്നു. അങ്ങനെ ഒരു മുഖാമുഖ പരിപാടി എന്ന നിലയ്ക്ക് മുഖ്യമന്ത്രി ജില്ലയിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ ഇനി നടപ്പിലാക്കേണ്ടവ ഈ തെരഞ്ഞെടുക്കപ്പെട്ട യുവജന, വിദ്യാർത്ഥി, കർഷക തൊഴിലാളി, വ്യവസായി, ചെറുകിട വ്യവസായി, വ്യാപാരി, സമസ്ത മേഖലകളിൽ നിന്നുള്ള മനുഷ്യർ ഇതിൽ 500 പേർ പങ്കെടുക്കുന്നുണ്ട്. അവർ മുഖ്യമന്ത്രിയും മന്ത്രിമാരുമായി സംവദിക്കും. അതാണ് ഇന്നത്തെ പരിപാടി. അല്പസമയത്തിനകം ആരംഭിക്കുകയും ചെയ്യും. ഇപ്പോൾ പരിപാടികളിലെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. സംഘാടകർ ഒക്കെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും അല്പസമയത്തിനകം എത്തും. ഇപ്പോൾ നമുക്കൊപ്പം മുൻ മന്ത്രിയും ഈ മണ്ഡലത്തിൻ്റെ MLA-യുമായ ശ്രീ MM മണി ചേരുന്നു. എന്തായി ഒരുക്കങ്ങൾ എവിടം വരെ എത്തി? ഇപ്പോൾ ഇടുക്കി ജില്ലയിലേക്ക് ഈ സർക്കാർ വാർഷിക പരിപാടിയായിട്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും വരുമ്പോൾ എത്രമാത്രം LDF-നും സർക്കാരിനും ആത്മവിശ്വാസത്തോടെയും അഭിമാനത്തോടെയും ഇവിടെ ജനങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ കഴിയുന്നുണ്ട്? നിശ്ചയമായും ഞങ്ങൾക്ക് അങ്ങേയറ്റ അഭിമാനത്തോടു കൂടി ഇടുക്കി ജില്ലയിലെ ജനങ്ങളെ, സർവോപരി കേരളത്തിലെ ജനങ്ങളെ, അതിലും സർവോപരി ഇന്ത്യയിലെ ജനാധിപത്യവാദികളായ ആളുകളെ അങ്ങേയറ്റം അഭിവാദ്യം ചെയ്യാനും അവരെ അഭിമുഖീകരിക്കാനും ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. തികച്ചും അനുകൂലമായ സാഹചര്യമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തന പരിപാടി വിലയിരുത്തുന്നതിനാണ് ഇത്തരം പരിപാടികൾ മുഖ്യമന്ത്രി, മന്ത്രിമാരും പങ്കെടുത്ത്, MLA-മാരും മറ്റ് ജനപ്രതിനിധികളും പങ്കെടുത്ത് നടത്തുന്നതാണ്. അത് ഒരു പുതിയ കാൽവയ്പ്പാണ്. ഇന്നേ വരെ നടക്കാത്ത, കേരളത്തിൽ നടക്കാത്ത എന്തെങ്കിലും നടന്നെങ്കിൽ ഞങ്ങളുടെ കാലത്ത് മാത്രം, LDF-ൻ്റെ കാലത്ത് മാത്രം നടന്നിരിക്കുന്ന ഒരു പ്രവർത്തന ശൈലിയാണ്. തികച്ചും ഒരു സ്വാഗതാർഹമായ കാര്യമാണ്. മുഖ്യമന്ത്രി വരുന്ന ഇവിടുത്തെ ഭൂപ്രശ്നം അതുപോലുള്ള വികസന കാര്യം കുറേയധികം മാറ്റം വരുത്താൻ കഴിയും. ഒന്ന്, റോഡ് നിർമ്മാണത്തിനാണ് നമുക്ക് വലിയ പുരോഗതിയാണ്. ഏത് ജില്ലയെ കഴിഞ്ഞ് കൂടുതൽ റോഡ് ഇപ്പം നമ്മുടെ ഇടുക്കി ജില്ലയിലാണ്, മലയോര ജില്ലയിലാണ്. വന്നാൽ അറിയാം, നല്ല ഒന്നാം തരം റോഡ് ഇല്ലേ. പിന്നെ ആ ചിന്നക്കനാലിലെ പഞ്ചായത്തിലൊക്കെ ചെല്ലണം റോഡ് കാണുന്നുണ്ട്. മെഡിക്കൽ കോളേജ്, പട്ടയം എല്ലാം ഉണ്ട്. കുഴപ്പമില്ല. അപ്പോൾ അജിം ഷാദ് തികഞ്ഞ ആത്മവിശ്വാസം ഉണ്ടാകും. പുതിയ മുന്നേറ്റം ഉണ്ടാക്കാനാണ് ഞങ്ങളുടെ ഈ ശ്രമം. തീർച്ചയായിട്ടും നിൽക്കുന്ന ജനവിഭാഗത്തെയും കൂടി ഈ ഗവൺമെൻറ്റിൻ്റെ എന്താണ് കാഴ്ചപ്പാടെന്ന് ബോധ്യപ്പെടുത്തി ഗവൺമെൻറ്റിന് അനുകൂലമായി ചിന്തിപ്പിക്കുക എന്ന രാഷ്ട്രീയമായ ലക്ഷ്യവും ഉണ്ട് ഞങ്ങൾക്ക്. അതുണ്ട്. ഇടുക്കി ജില്ലയിലെ ഭൂനിയമം ഭേദഗതി, നമ്മുടെ ജില്ലയിലെ കൃഷിക്കാരെ ബാധിക്കുന്ന ഭൂനിയമം അത് മാറ്റി പുതിയ നിയമം കൊണ്ടുവന്ന് പുതിയ ചട്ടരൂപീകരണം നടത്തി ആ ചട്ടം ഇപ്പോൾ മുഖ്യമന്ത്രി അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും കൂടി ഇവിടെ വ്യക്തമാക്കുമ്പോൾ ഇടുക്കി ജില്ലയിലെ മലയോര കുടിയേറ്റ കൃഷിക്കാരുടെ മാറോട് ചേർത്ത് പിടിക്കുന്ന മുന്നണിയും ഗവൺമെൻറ്റുമാണ് കേരളമെന്ന് വ്യക്തമാക്കാൻ പോവുകയാണ്.